സന്ധ്യയെ ചിരിച്ചു, മധ്യാഹ്ന സന്ധ്യയെ ജ്വലിച്ചു, സായം സന്ധ്യയെ കഴുകി, ത്രികാല സന്ധ്യ പോൽ നിഞ്ചെന്നും നീ തൊട്ടുണർത്തി ഹൃദയ പൂക്കളിൽ നിറയുന്ന മധുവും മണവും അറിയാതെ ഒളിപ്പിച്ചു വെച്ചോ കാലം. നീ പോവുക നിൻ വഴിയേ, സഫലമീ യാത്ര, സഫലമീ യാത്ര. സ്വർഗദൂതിക നീ, ഭൂമിപുത്രി സർവം സഹേ, കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാദ്രേ, കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാദ്രേ. നീ ചതിച്ച് 4-5 മാസം കഴിഞ്ഞപ്പോ മായ എന്റെ വീട്ടിൽ നിന്ന് രാത്രി ഇറങ്ങിപ്പോയി, ആത്മഹത്യയെ ശ്രമിച്ചു. അടുക്കള പണിക്ക് പോകുന്നൊരു സ്ത്രീയെ അവളെ രക്ഷിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഉപദേശിച്ച് അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. മായ പ്രസവിച്ചു ഒരു പെൺകുഞ്ഞിനെ. നിന്റെ മോളെന്നോ എന്റെ കൊച്ചുമോളെന്നോ പറയാനുള്ള യോഗ്യത എനിക്ക് നിനക്കും ഇല്ലടാ. ശ്രീലക്ഷ്മി ഇപ്പോ IAS എഴുതിയിട്ട് നിൽക്കുക. അവള് തോറ്റുപോയില്ല. അവളെ തോപ്പിക്കാൻ ശ്രമിച്ചവരുടെ മുന്നില് അവള് ജയിച്ചു കാണിച്ചു. പെണ്ണ് അബലയല്ലെന്നതിന് മായയുടെ സ്ത്രീജന്മം മതി ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും മാതൃകയാക്കാൻ. എന്റെ മോളെ ഓർത്ത് ഞാൻ ഇന്ന് അഭിമാനിക്കുകയാണ്. ഈ ദിവസത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. എനിക്കറിയായിരുന്നു ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന്. എന്റെ മോളെ കരയിച്ചവർ എല്ലാരും അവളെ ഓർത്ത് പശ്ചാത്തപിക്കും, കരയും, കരയണം. എന്താ ശാരദാമ്മേ, സുഖമില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞതല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. മകരമാസമല്ലേ, അതിന്റെ ബുദ്ധിമുട്ടാ. ചൂട് കട്ടൻ കുടിക്കുമ്പോ പകുതി പ്രശ്നം തീരും. ശാരിയമ്മ അങ്ങനെ പറയരുത്. നാളെ ഹോസ്പിറ്റലിൽ പോണം. അതൊക്കെ നമുക്ക് എന്തേലും ചെയ്യാം. നിന്റെ പരീക്ഷ കഴിഞ്ഞിട്ട് 2 ആഴ്ചയായല്ലോ. റിസൾട്ട് ഉടനെ വരുമെന്നല്ലേ തമ്പി സാർ പറഞ്ഞത്? റിസൾട്ട് ഉടനെ വരും, അങ്ങനെ ഒരു സാധ്യത പറഞ്ഞു കേട്ടത്. റിസൾട്ട് വന്നാ എന്താ അടുത്ത ചെയ്യേണ്ട കാര്യം? റിസൾട്ട് വന്നാ പിന്നെ ട്രെയിനിങ്ങിന് പോണം. അത് 2 വർഷം ഉണ്ടാവും. അതിന് മസൂറിയിൽ പോണം. എവിടെയാ മോളെ ആ സ്ഥലം? കുറേ ദൂരമുണ്ടോ? ഉത്തരാഖണ്ഡിലെ ഒരു സ്ഥലമാണ് മസൂരി. അവിടെയാ IASകാർക്കുള്ള ട്രെയിനിങ്. സുഖവാസ കേന്ദ്രം അത്. മായമേ, അതൊക്കെ നേരത്തെ മനസ്സിലാക്കി വെച്ചോ? അതെനിക്ക് മുമ്പേ അറിയായിരുന്നു. അവിടെയാ 2 വർഷം ട്രെയിനിങ്, പിന്നെ പോസ്റ്റിംഗ്. അത് തമിഴ്നാട് തന്നെയാ. അപ്പൊ 2 വർഷം കഴിഞ്ഞ് എന്റെ കൊച്ചുമോൾ IASകാരിയാവും അല്ലേ? പിന്നെ അതിനല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. മോളെ, നീ ഇങ്ങനെ ഉറപ്പോടെ പറയുമ്പോ എനിക്ക് എന്തുമാത്രം സന്തോഷാണെന്നറിയോ? ഞാൻ ആൻസർ ഒക്കെ വെച്ച് നോക്കി കിട്ടുന്ന ഉറപ്പായിട്ടല്ലേ പറയുന്നത്. മായമ്മയ്ക്ക് ഒരു ടെൻഷനും വേണ്ട. എന്റെ മോളെ, നിന്നെ 2 വർഷം പിരിഞ്ഞിരിക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല.
എന്റെ മോള് തിരിച്ചു വരുമ്പോ ഞാൻ ജീവനോടെ ഉണ്ടാവുമെന്നും അല്ല അറിയില്ല. അങ്ങനെ പറയരുത് ശാരിയമ്മേ. സന്തോഷത്തോടെ ഞാൻ പോവാൻ നിൽക്കുമ്പോ ഇങ്ങനൊന്നും സംസാരിക്കരുത്. എനിക്ക് ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ രണ്ടുപേരേ ഉള്ളൂ. ഒന്ന് എന്റെ മായമ്മയും പിന്നെ ഒന്ന് എന്റെ ശാരിയമ്മയും. എന്റെ ട്രെയിനിങ് പീരീഡില് എനിക്ക് സ്റ്റൈഫൻഡ് ഉണ്ട്. മായമ്മ 3-4 വീട്ടില് ജോലിക്ക് പോകുന്നതിനേക്കാളും വരും ആ തുക. അതുകൊണ്ട് മായമ്മ ഇനി ജോലിക്കൊന്നും പോണ്ട. ശാരിയമ്മയെ നോക്കി വീട്ടിലിരുന്നാ മതി. ശാരിയമ്മയ്ക്ക് വിഷമമൊന്നും ഉണ്ടാവരുത്. ഇനി മായമ്മ ചെയ്യേണ്ടത് ശാരിയമ്മയുടെ പരിചരണം. എന്റെ ശാരിയമ്മയെ പൊന്നുപോലെ നോക്കണം. ഞാൻ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എന്റെ ശാരിയമ്മ ആരോഗ്യത്തോടെ ഇരിക്കണം. എനിക്കിനി എന്തു വേണം മോളെ? ഞാൻ വെറുതെ പറഞ്ഞല്ല. എന്റെ ആരോഗ്യനില നീ കാണുന്നില്ലേ? ഇനിയും ഒരു 15 വർഷം എന്റെ ശാരിയമ്മ സുഖമായിട്ട് ജീവിക്കും. കട്ടൻ കുടിക്ക്. ഈ ബ്രെഡ് കൂടി കഴിക്കേ. നമ്മൾ എങ്ങനെ ഇവളെ പിരിഞ്ഞിരിക്കുമായേ? നമ്മുടെ ജീവശ്വാസമാ നമ്മളെ വിട്ടു നിൽക്കുന്നത്. ഗിരിജേച്ചിയോ? വാ, അകത്തേക്ക് വാ. സരിതേച്ചി സുഖമില്ലേ? ഒന്നും പറയണ്ട ഗിരിജെ. മായ നിർബന്ധിച്ച് ആശുപത്രി കൊണ്ടുപോയി. അവര് കുറെ മരുന്നൊക്കെ തന്നിട്ട് പറഞ്ഞു വയസ്സായില്ലേ, ഇനി ഇങ്ങനെയൊക്കെ തന്നെയാന്ന്. നീ ലച്ചുമോളുടെ റിസൾട്ട് അറിയാൻ വന്നാണോടി? ഇന്നല്ലേ റിസൾട്ട് വരുന്നത്? അവള് പുറത്തെവിടെ പോയിരിക്ക. ഞങ്ങള് ടെൻഷൻ അടിച്ചായിരിക്കുന്ന. ഞാൻ എത്തി. മോളെ, റിസൾട്ട് അറിഞ്ഞോ? റിസൾട്ട് ഒക്കെ അറിഞ്ഞു. അല്ലെങ്കിലും അറിയാൻ എന്താ ഉള്ളത്? അത് വന്നാലല്ലേ ഇവിടെ ഉള്ളവർക്ക് വിശ്വാസം വരൂ. നീ പറ ലച്ചു. മായമ്മയുടെ മോൾക്കേ IAS സെലക്ഷൻ കിട്ടി. മോളെ, ശാരദമ്മേ, മോളെ. ദൈവമേ, എന്റെ മോളെ, നീ ഇത് സാധിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ദൈവം നിന്റെ അമ്മയെ കൈവിടില്ല. മോളെ, നീ തമ്പിസാറിനെ വിളിച്ചു പറഞ്ഞോ? അതിനു മുൻപ് എനിക്ക് അറിയിക്കേണ്ടത് മായമ്മയോടും പിന്നെ എന്റെ ശാരിയമ്മയോടും. ഇനി ലച്ചുവിനെ നാട്ടുകാരുടെ സ്വീകരണം കിട്ടാൻ പോന്നെ. അത്ര വലിയ നേട്ടമല്ലേ? ഞാൻ ഇതെല്ലാവരോടും പോയി പറയട്ടെ. ഇനി
ശാരിയമ്മയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ എന്റെ മുത്തിന് എന്നോട് ചോദിക്കാനുള്ളത്? ആരാ ശാരിയമ്മ ജയിച്ചത്? ഞാനാണോ, മായമ്മയാണോ, അതോ ശാരിയമ്മയാണോ? അത് നീയും നിന്റെ അമ്മയും. അല്ല, മരിച്ചു കളയാൻ റെയിൽവേ ട്രാക്കിലിരുന്ന ഗർഭിണിയായ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്ന് അവൾക്കും അവളുടെ മകൾക്കും ജീവിതം കൊടുത്ത ശാരിയമ്മയാ ജയിച്ചത്. എന്റെ പൊന്നുമക്കളെ, ആരുമില്ലാത്ത എനിക്ക് എല്ലാം തന്നത് നിങ്ങളല്ലേ എന്റെ പൊന്നുമക്കള്. അതെ, സഞ്ജു വിളിച്ചിരുന്നു. അവന് IAS സെലക്ഷൻ കിട്ടി. ലച്ചുവിനോ? അവക്ക് സെലക്ഷൻ കിട്ടി. അവൻ പറഞ്ഞു. രണ്ടുപേർക്കും സെലക്ഷൻ കിട്ടിയല്ലോ, സന്തോഷം. അല്ല, ലച്ചു ഇതുവരെ നമ്മളെ വിളിച്ചില്ലല്ലോ. ഇനി അവൾ അറിഞ്ഞില്ലേ? സഞ്ജുവിന് അറിയാൻ വഴിയുണ്ട്. ലച്ചു അറിഞ്ഞോന്ന് സംശയം. നോക്കി, ആ ബാ. ആ വാ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. വിവരങ്ങളൊക്കെ അറിഞ്ഞു, സന്തോഷം. ഞങ്ങൾ അതിനെ കുറിച്ച് പറയുകയായിരുന്നു. ലച്ചു അറിഞ്ഞിരുന്നോന്ന് സംശയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതെ അതെ, അക്കാര്യം നേരിട്ട് കണ്ട് പറയാൻ വേണ്ടിട്ടാ ഞങ്ങൾ വന്നത്. നന്നായി വരും. നീ ഞങ്ങളുടെ അനുഗ്രഹം വാങ്ങാൻ ഞങ്ങൾ നിനക്ക് വേണ്ടി എന്താ ചെയ്തത് മോളെ? നീ അധ്വാനിച്ച് നേടിയ വിജയം. ഈ വിജയത്തിന് ഒരു അവകാശി മാത്രമേ ഉള്ളൂ, മായ. ഗുരുസ്ഥാനത്ത് സാറുള്ളതുകൊണ്ടല്ലേ ലച്ചു വിജയിച്ചത്. സാറിനെ പോലെ ഒരാളെ ഗുരുസ്ഥാനത്ത് കിട്ടിയത് തന്നെ ഞങ്ങളുടെ ഭാഗ്യം. സഞ്ജു വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു മോൾക്ക് സെലക്ഷൻ കിട്ടിയത്. സഞ്ജുവിനും കിട്ടി. വലിയ നേട്ടമാ മോള് സ്വന്തമാക്കിയത്. നിനക്ക് ഈ നേട്ടം സ്വന്തമാക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കഠിനമായി പരിശ്രമിച്ച് നീ ഏറ്റവും വലിയ നേട്ടം സ്വന്തമാക്കി. ഒറ്റയ്ക്കല്ലേ നീ വഴി വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോയത്. ഇനിയും കുറെ ദൂരം പോകാനുണ്ട്. ഞാനിപ്പോ വരാം. നിങ്ങൾ ഇരിക്കേ. മോളെ. നിന്നെ പോലൊരു കുട്ടിയെയാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം. പാവങ്ങളുടെ അവസ്ഥ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നീ ചെയ്യണം. നിന്നെ ഇത്രയും ഉയരത്തിൽ എത്തിച്ച ദൈവത്തോട് നീ ചെയ്യേണ്ടത് അത് മാത്രമാണ്. എന്റെ ആഗ്രഹം അത് തന്നെയാ സർ. ലച്ചുവിന് എന്റെ കഷ്ടപ്പാടുകളെല്ലാം അറിയാം സർ. അതുകൊണ്ട് ഇവിടെ പാവപ്പെട്ടവരെയും പണക്കാരെയും ഒരേ കണ്ണിലെ കാണും. പാവങ്ങളോട് ഇവിടെ കനിവ് കാണിക്കും. ഉടനെ ട്രെയിനിങ്ങിന് പോകേണ്ടി വരും. ഇനി കുറച്ച് മധുരമാകാം. ദാ
ലച്ചു ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് പായസം ഞാൻ തയ്യാറാക്കി വെച്ചിരുന്നു. നീയാണ് മകൾ എന്ന വാക്കിന് പൂർണ്ണമായ അർത്ഥം നൽകിയവൾ. ഞങ്ങൾ നിന്നെ മകളായി കാണാൻ ആഗ്രഹിക്കുന്നതും നിന്റെ ഈ മനസ്സുകൊണ്ടാണ്. സത്യം, മായ ഞങ്ങൾക്ക് മകളാ. നീ ഞങ്ങളുടെ കൊച്ചുമകളും. എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല സർ. ഞാൻ നിന്റെ എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും ഇതോടെ അവസാനിച്ചു. ഇനി നിനക്ക് നല്ല കാലമാ വരാൻ പോകുന്നത്. നിന്റെ മകളുടെ വിജയം കൊണ്ട് അവസാനിക്കുന്നില്ല. വസുന്ധരെ, മായയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. മായ വാ. അപ്പൊ പിന്നെ എങ്ങനെയാ കാര്യങ്ങള്? ഇനി നേരെ മസൂരിയിലേക്ക്. സഞ്ജു കൂടെ ഉണ്ടാവും. പറഞ്ഞു തീർന്നില്ല. ദാ സഞ്ജുവിന്റെ അച്ഛനാ. പറയടോ. ലച്ചുമോൾ ഇവിടെ അടുത്തിരിപ്പുണ്ട്. അതെ അതെ. ഇവിടെ എല്ലാവർക്കും എന്ത് സന്തോഷമാണെന്നോ. നമ്മുടെ നാടിന് അഭിമാനമാണ് ലച്ചുമോള്. തൊഴിലുറപ്പ് സ്ഥലത്തൊക്കെ ലച്ചുവിനെ മായി പൊക്കി പറയുവാ. ചിലർക്കൊക്കെ കുശുമ്പുണ്ടേ. കുശുമ്പില്ലാതിരിക്കുവോ? കുടിലല്ലേ മാണിക്യം പറഞ്ഞത്. ഇത് നിർത്തുന്നുണ്ടോ? ഷാരമ്മ നാവിന് അല്പം റെസ്റ്റ് കൊടുക്ക്. എനിക്ക് എത്ര പറഞ്ഞാലും തീരില്ല എന്റെ മോളെ. എന്നാ ലച്ചുമോള് പോകുന്നേ? 1-2 ദിവസത്തിനാവും പോവും. ഇവള് സന്തോഷത്തോടെ പോയിട്ട് വരട്ടെ. നിങ്ങളൊക്കെ സങ്കടപ്പെട്ടാൽ ഇവള് സങ്കടത്തിലാവും. അത് രണ്ടുപേരും മനസ്സിലാക്കണ്ടേ? അല്ല, എത്ര വർഷം മോളെ ട്രെയിനിങ്? 2 വർഷം ഉണ്ടാവും. മായയുടെ കഷ്ടപ്പാടുകളൊക്കെ ഇനി അവസാനിക്കാൻ പോവാ. ഇത് കുറച്ച് മധുരപലഹാരങ്ങള് ഗിരിചേച്ചി കുട്ടികൾക്ക് കൊടുക്കണേ. ഓ, ഞാൻ എങ്ങോട്ട് പോയിന്ന് പിള്ളേരെ അന്വേഷിക്കുന്നുണ്ടാവും. ഞാൻ പോട്ടെ മോളെ. അതെ, 2 പേരും ഹാപ്പി ആയിട്ടിരിക്കണം. ഞാൻ എല്ലാ ദിവസവും ഫോൺ വിളിക്കും. പിന്നെ മായമ്മ ഇനിയിപ്പോ ജോലിക്കൊന്നും പോണ്ട. ഷാരിയമ്മയെ നോക്കി ഇവിടെ ഇരുന്നാ മതി. ഇനി ആൾക്കാർ പറയില്ലേ എന്റെ മോൾ IAS കാരിയായപ്പോ ഞാൻ വന്ന വഴി മറന്നു. ഞാനൊരു നല്ല നിലയിൽ എത്താനല്ലേ നിങ്ങൾ രണ്ടുപേരും കഷ്ടപ്പെട്ടത്. ഇനി അതിന്റെ കാര്യമില്ല. എനിക്ക് ട്രെയിനിങ് സമയത്ത് സ്റ്റൈഫൻഡ് ആയിട്ട് 50,000 രൂപ കിട്ടും. മായമ്മ സത്യം ചെയ്, ഇനി ആരുടെ വീട്ടിലും ജോലിക്ക് പോയില്ല എന്ന്. സത്യം ചെയ്. ഇതൊരു വല്ലാത്ത അടിയായി പോയല്ലോ. അതെങ്ങനെയാ മമ്മിക്ക് അടിയാവുന്നേ? അല്ലെന്നേ, ഞാൻ ആ മായയെ ഒരുപാട് പരിഹസിച്ചതാ. മകളെ ടെക്സ്റ്റൈൽ ഷോപ്പിലോ മറ്റോ വിടാൻ പറഞ്ഞതാ. ഇപ്പൊ മായയുടെ മോള് IAS കാരിയായി. ദേ, എന്റെ മോള് തോറ്റ് നാണം കെട്ട് വന്നിരിക്ക. മോളെ, നീ എന്താ ഇത്രയും വൈകിയത്? രമ മേഡം അറിഞ്ഞോന്നറിയില്ല, എന്റെ മോൾക്ക് IASന് സെലക്ഷൻ കിട്ടി. റാങ്ക് വാങ്ങിയ കുട്ടിയല്ലേ. IAS കിട്ടിയാൽ എന്താ അത്ഭുതം? പഠിച്ചാ കിട്ടും. വേണ്ടേ, ഇവിടെ ഒരുത്തി IAS കോച്ചിങ്ങിന് പോയെന്നല്ലാതെ കാര്യമായിട്ട് ഒന്നും പഠിച്ചില്ല. അതുകൊണ്ട് അവക്ക് കിട്ടിയില്ല.
ഞാൻ അപ്പോഴേ അവളോട് പറഞ്ഞതാ സീരിയസ് ആയിട്ട് പഠിച്ചാലേ കിട്ടൂന്ന്. അവള് കോച്ചിങ് സെന്ററിൽ പോയിട്ട് അവളുടെ കാര്യം നോക്കി നടന്നു. അതിന്റെ ഫലവാ അവക്ക് കിട്ടാതെ പോയത്. അടുത്ത പ്രാവശ്യം അവളെ കൊണ്ട് ഞാൻ എഴുതി ഇടിപ്പിക്കും. പ്രിയമോളും മിടിക്കല്ലേ, അവൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ IAS കിട്ടും. മോൾ IAS കാരിയാവാൻ പോകുന്നുണ്ടേ നിനക്കിനി പണിക്കൊക്കെ പോവാൻ ബുദ്ധിമുട്ടായിരിക്കും എലിടി മായേ. ഞാനത് പറയാനാ വന്നത്. നാളെ മുതല് ഞാൻ ജോലിക്ക് വരുന്നില്ല. നീ ഇനി പണിക്ക് വരുന്നില്ലേ? അപ്പോ ഇവിടുള്ള പണിയൊക്കെ ആര് ചെയ്യും? അവൾക്ക് IAS കിട്ടിയതുകൊണ്ട് മാത്രമല്ല ഞാൻ ജോലി നിർത്തിയത്. ശാരദാമ്മയ്ക്ക് ഒട്ടും വയ്യ. അവരെ തനിച്ചാക്കി എനിക്ക് ഒരിടത്തും പോവാൻ പറ്റാത്ത അവസ്ഥയാ. നിന്റെ മോൾ IAS കാരി ആയെന്ന് വെച്ചേ നിനക്ക് സൂഹിക്കാന്ന് നീ കരുതുന്നുണ്ടോ? അവള് ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോ ആരെങ്കിലും വിവാഹം കഴിച്ച് അവളെ അങ്ങ് കൊണ്ടുപോകും. IAS കാരിയെ കൊത്തിക്കൊണ്ടു പോവാനേ ആൾക്കാരുണ്ടാവും. അതിന് കുടുംബമൊന്നും ആർക്കൊരു വിഷയമല്ല. അവളുടെ വിവാഹശേഷം അവളോ അവളുടെ കുടുംബമോ നിന്നെ അംഗീകരിക്കില്ല. നീ അടുക്കള പണിക്കാരിയല്ലേ? അടുക്കള പണിക്കാരിയെ ബന്ധുവായിട്ട് പണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ.